ആറളം ഫാമിലെ സ്വകാര്യവൽക്കരണ നീക്കത്തിനെതിരെ ഭരണകക്ഷികളും സമരത്തിലേക്ക്. CPIM വിഷയത്തിൽ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദിവാസി ക്ഷേമസഭയുടെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ ഭൂമിയിൽ കുടിൽകെട്ടി സമരം നടത്തുമെന്നാണ് പ്രഖ്യാപനം. സ്വകാര്യവൽക്കരണ നീക്കം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട CPI നിയമപോരാട്ടം നടത്തുമെന്ന് അറിയിച്ചു. ആദിവാസികൾക്ക് അവകാശപ്പെട്ട ആറളം ഫാം സ്വകാര്യ സംരംഭങ്ങൾക്ക് മുറിച്ചു നൽകുന്നതിൽ ശക്തമായ എതിർപ്പാണ് CPIM-ഉം CPI-യും ഉയർത്തുന്നത്. CPIM-ന്റെ സംഘടനയായ ആദിവാസി ക്ഷേമ സമിതി കുടിൽകെട്ടി സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്യും. ആദിവാസികൾക്ക് വേണ്ടി വാങ്ങിയ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് അംഗീകരിക്കില്ലെന്ന് AKS ജില്ലാ പ്രസിഡന്റ് K മോഹനൻ പറഞ്ഞു. 42.09 കോടി രൂപ ആദിവാസി ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത്. സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തി വാങ്ങിയിട്ടുള്ള ഭൂമി ഇപ്പോൾ പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ദീർഘകാലത്തേക്കാണ് പാട്ടത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ 1-2 വർഷത്തേക്കല്ല. നമ്മളിപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വീട് കയറിക്കൊണ്ടുള്ള ഗൃഹസന്ദർശന പരിപാടി AKS നിലക്ക് നമ്മൾ സംഘടിപ്പിക്കുക, എല്ലാ ബ്ലോക്കിനകത്തും സംഘടിപ്പിക്കുന്നുണ്ട്. നിക്ഷിപ്ത താൽപര്യങ്ങളോടെയുള്ള സ്വകാര്യവൽക്കരണം ഫാമിന്റെ നാശത്തിന് കാരണമാകുമെന്നാണ് CPI-യുടെ നിലപാട്. സ്വകാര്യവൽക്കരണത്തെ നിയമപരമായി നേരിടുമെന്ന് CPI നേതാവ് KT ജോസ് അറിയിച്ചു. സർക്കാർ അറിയാത്തൊരു കാര്യം സർക്കാർ സ്ഥാപനത്തിനകത്ത്, അതും കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിക്കകത്ത് അവർ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇതിനാരാണ് ധൈര്യം കൊടുക്കുന്നത്? ഈ ഭൂമി കാലക്രമേണ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എന്തോ ഒരു നീക്കത്തിൻ്റെ ഫലമാണ് ഇപ്പോഴത്തെ കരാർ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭരണപക്ഷത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കക്ഷികൾ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ മതിയായ കൂടിയാലോചനകളില്ലാതെയാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഏക്കർ കണക്കിന് ഭൂമി ഇഷ്ടദാനം പോലെ നൽകുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഫാമിനും ഫാമിനെ ആശ്രയിച്ചു കഴിയുന്നവർക്കും എങ്ങനെ ഗുണം ചെയ്യുമെന്ന് കരാറിൽ എവിടെയും പരാമർശമില്ലെന്നും വിമർശനമുണ്ട്. ലാഭത്തിന്റെ നിശ്ചിത ശതമാനം പാട്ടം എന്ന് മാത്രമാണ് കരാർ. എന്നാൽ സംരംഭകർക്ക് ലാഭം കിട്ടിയാൽ മാത്രം ലഭിക്കുന്ന ഈ തുച്ഛവിഹിതം കൊണ്ട് ഫാം എങ്ങനെ ലാഭത്തിലാകുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.